Praise the Lord. Praise the Lord. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വിശുദ്ധ സന്നിധിയിലായിരിക്കാൻ കൃപാലുവായ ദൈവം ഒരുക്കി തന്ന സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. Once again I thank God for being in God's presence. ഏത് സമയത്തും നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളം നന്ദി കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. Anytime we are in God's presence, our heart need to be filled with gladness. കാലം ഒരു വലിയ വചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ മുമ്പാകെ സമയമില്ല. There is not much time for a big preaching service. നമുക്ക് മുമ്പാകെ തിരുമേശയുണ്ടല്ലോ എന്ന് പകൽക്കാലം. The Lord's Supper is in front of us. അതുകൊണ്ട് ശാന്തമായി തിരുമേശയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ദൈവസ്നേഹത്തെ കുറിച്ച് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. I want to remind today about the God's love in our lives. നമുക്ക് എന്നും ഓർക്കുവാനുള്ളതും ആരുടെ നന്ദി പറയുവാനുള്ളത് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ്. All the time, all we have to testify and confess is about God's love. നമുക്ക് ഒരു വാക്യം യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കാം. യോഹന്നാന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 John 4. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകും. Praise the Lord. Praise the Lord. ഈ രണ്ട് വാക്യങ്ങളില് പരിശുദ്ധാത്മാവ് ആഴമായി വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ മഹത്വമേറിയ സ്നേഹത്തെയാണ്. These two verses are clearly showing by the Holy Spirit the great love of God. ഞാൻ ഒരു കോറസ് പാടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുഞ്ഞുച്ചാൻ ആ പാട്ടിനൊന്ന് സഹായിക്കണം. ഹല്ലേലൂയ. നമുക്ക് പാഠപുസ്തകത്തിൽ പാടുന്നുണ്ടല്ലോ, വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. ദൈവസ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുവാൻ പോകുന്നതിന് മുമ്പ് ഈ കോറസ് ഒന്ന് പാടി ഒന്ന് ധ്യാനിച്ച് ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നാം ഇറങ്ങുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Praise the Lord. ദൈവത്തിൻ സ്നേഹം ആയത്ര ശ്രേഷ്ഠ
More than what we can comprehend or understand, it is God's love. Paul is saying like this in the scriptures. He is saying like this, the length, the breadth and the height of that God's love can never be measured. ഈ തിരുവചനത്തിന്റെ ആകമാന സന്ദേശം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. The main topic about the whole Bible is God's love. ദൈവം സ്നേഹവാൻ തന്നെ. God is love. നാം വായിച്ച വേദഭാഗത്തിൽ നാം വായിക്കുന്നത് ദൈവത്തിന്റെ നിത്യസ്നേഹത്തെ കുറിച്ചാണ്. Even in the scripture we read this morning, it talks about God's love. Praise the Lord. ആ സ്നേഹത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് തന്റെ പ്രിയപുത്രനായ ക്രിസ്തുവാണ്. The main head of that topic, the love, is his son. തന്റെ മടിയിൽ നിന്ന് താൻ ഓമനിച്ച തന്റെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ഈ ലോകത്തോടുള്ള ദൈവത്തിന്റെ മഹത്സ്നേഹം ആ കാൽവരിയുടെ കൽമരത്തിൽ ക്രിസ്തു ദൈവം വെളിപ്പെടുത്തുവാനായിട്ട്. The only begotten son, the one he loved so much, he made him a sacrifice and gave him to the earth so that he could show his love for man. ദൈവസ്നേഹത്തിന്റെ പ്രത്യക്ഷതയിലേക്കാണ് നാം ചില നിമിഷങ്ങൾക്കുള്ളിൽ പ്രവേശിക്കുവാനായി പോകുന്നത്. We are really going to see the actual act of the love of ഈ God. തിരുമേശയിലേക്ക് ഇന്ന് പകൽക്കാലം നാം നോക്കുമ്പോൾ നമ്മുടെ ഓർമ്മ ആ കാൽവരിയുടെ കൽമരത്തിലേക്കാണ് പോകുന്നത്. When we partake of the Lord's Supper, our memory goes back into Calvary. ആ കാൽവരിയിൽ തൂങ്ങപ്പെട്ട ക്രിസ്തുവിനെ നാം കാണുമ്പോൾ ഉയരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവിനെ നമ്മോടുള്ള വലിയ സ്നേഹത്തെയാണ് നാം കാണുന്നത്. When we picture the Son Jesus at Calvary, we see the great love of the Father who is on the throne. അപ്പോസ്തലനായ യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോൾ നോസ്റ്റിസിസം വളരെ ശക്തമായി പ്രബലപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈ ലേഖനം എഴുതുന്നത്. And this is the time when there was mighty persecution during this time when he wrote this. ജ്ഞാനമാണ് മനുഷ്യന്റെ ശക്തിയെന്നും നോളജാണ് അറിവാണ് മനുഷ്യന്റെ ശക്തിയെന്നും പഠിപ്പിക്കുന്നതായ പ്രബലമായ ഉപദേശം വെളിപ്പെട്ട ഒരു കാലഘട്ടം. This was the time frame when they really taught the people that everything was controlled by the brain. എന്നാൽ സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാന് പറയുവാനുള്ളത് ലോകത്തിലുള്ള ജ്ഞാനത്തെക്കാട്ടിലും അറിവിനെക്കാട്ടിലും എത്ര ചിന്തിച്ചാലും തീരാത്ത ഒന്നാണ് കാൽവരി ക്രൂശിൽ പിതാവ് വെളിപ്പെടുത്തിയ നിത്യ സ്നേഹം എന്ന് പറയുകയാണ്. But Paul is clearly clarifying and teaching the people about more than any of the knowledge that we possess. The greatest thing that the Father God gave is his grace. Praise the Lord. ആ സ്നേഹത്തെ ധ്യാനിക്കുന്ന ഒരു ദൈവമായി നിന്ന് പോലും ഇന്ന് പകൽക്കാലം മൗനമായിരിക്കുവാൻ കഴിയുകയില്ല. All of the children of God that meditate on God's love cannot simply be quiet. ആ സ്നേഹമാണ് ഇന്ന് പകൽക്കാലം നമ്മെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. It is that love that brought us together here. ആ സ്നേഹമാണ് നമ്മെ ഇന്ന് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. That is the love that is sustaining us ആ today. സ്നേഹമാണ് പ്രതികൂലത്തെ നമ്മെ It ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. is that love that is strengthening us ആ during the day. സ്നേഹമാണ് മുമ്പിൽ പ്രതികൂലമുണ്ടായിട്ടും ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. It is that love that is proclaiming us forward in that journey in the trial. Praise the Lord. Hallelujah.